ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ഗേസ്. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് മരുന്ന് കഴിക്കാതെ ഇപ്പോൾ ഒരു മാസം ഇരുന്നിട്ട് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്ന് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് നോക്കിയിട്ട് ഗുളിക കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടെസ്റ്റ് എടുത്ത് ഞാനും അങ്ങനെ ദീപാവലി ടൈമല്ലേ, അപ്പം നമുക്ക് ഹോസ്പിറ്റലിലും കാണിക്കാം. അല്ലാതെ ഇക്കാനും ഇങ്ങോട്ട് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഇക്കാനും ഇങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇക്കാനോട് ഈ ഒരു മരുന്നിൻ്റെ ഓപ്ഷനും പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോവുകയാണ്. അപ്പോൾ പോകണ നേരത്ത് നല്ല തിരക്കും കാര്യങ്ങളും ആണ് കേട്ടോ. അടിപൊളി പർച്ചേസിങ് ആണ് കേട്ടോ. ഇവിടെ ദീപാവലിയായ മറ്റന്ന് ദീപാവലി അല്ലേ, അപ്പോൾ ഭയങ്കര പർച്ചേസിങ്ങും കാര്യങ്ങളും ഒരാഘോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഈ ദീപാവലി. ഈ നാട്ടിൽ ഈ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഭയങ്കര ഗംഭീര ഒരു ആഘോഷമാണ് കേട്ടോ. ഇത് ഇനി നാളെ ഞായറാഴ്ച ഒരു മൊത്തത്തിൽ ഫുള്ളായിട്ട് തിരക്കായിരിക്കും. പിന്നെ തിങ്കളാഴ്ച പറയണ്ട കേട്ടോ, അതിനേക്കായും തിരക്കായിരിക്കും. റോട്ടിൽ കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനത്തെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ ഭയങ്കര കത്തലും കാര്യങ്ങളൊക്കെ നബിദിനത്തിന് പള്ളിക്ക് അലങ്കരിച്ച മാതിരി എല്ലാ ടെക്സ്റ്റൈൽസിലും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാവും, ഓഫർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും പർച്ചേസ് വില കമ്മിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് എവിടെ എങ്ങനെ ചെന്ന് എടുക്കണമെന്ന് നമ്മൾ നോക്കി ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു കടയിലോട്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പരിചയപ്പെട്ടൊരു കട ഉണ്ടായിരുന്നു. ആ ഒരു കടയിലേക്ക് പോകണം എന്നുള്ള മനസ്സിൽ അങ്ങനെ വെച്ചോണ്ടാണ് ഈ ഒരു പോക്കും കൂടിയും കേട്ടോ. ഹോസ്പിറ്റലൊന്നും പേരും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെന്താ ഇവിടേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനും. അപ്പോൾ മഴയില്ലാത്തത് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടോ. ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയാം, ഗുളിക ഓവറായിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി ഗുളിക തീരെ കഴിക്കാതെ തൈറോയ്ഡ് മാറി എന്ന് പറഞ്ഞിട്ട് തീരെ കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വലി. അപ്പോൾ ആ ഒരു തൈറോയിഡിൻ്റെ ഗുളിക എത്രയിലും നമ്മൾ കഴിച്ചിട്ടില്ലേ നമുക്ക് പ്രോബ്ലമാണ്. അങ്ങനെ ഞാൻ ഇക്കാര്യം കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ ഇവിടെ പോയിട്ടോ. ഞങ്ങൾ എന്നും കഴിക്കേണ്ട ഒരു ബദാം മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ, നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടയാണ്. ഈ ഒരു കട RS പുരാണ് കേട്ടോ. ഈ വരുന്ന ബദാം മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വയറങ്ങോട്ട് നിറയും ചെയ്യും. നല്ല ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഇക്കാനെ വേറൊരു കടയ്ക്കും കൂടി കൊണ്ടുപോകാനുള്ള ഒരു ചാൻസിലാണ് ഈ ഒരു ഇരുത്തരം കേട്ടോ. എനിക്ക് കഴിഞ്ഞ തവണ ദീപാവലിക്ക് കുറേ ഐറ്റംസ് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഓഫറായിട്ട് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഡ്രസ്സും നോക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. ഓഫർ ഉള്ളത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പോണേ. അങ്ങനെ ഞങ്ങൾ ബദാം മിൽക്കൊക്കെ കുടിച്ച്, മോന് അങ്ങനെ കഴിക്കണമൊന്നുമില്ല കേട്ടോ. മോന് വെള്ളം മാത്രം കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടോ. മോന് ഭയങ്കര വാശിയാണ്, എവിടെ പോയാലും അവൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര വാശിയാണ്. അപ്പോൾ ആ ഇൻസ്റ്റൻ്റ് കടൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇക്കാനെയും കൂട്ടിയിട്ട് നേരെ ആ കടയിലോട്ട് പോയപ്പോൾ എന്നോട് എടുത്തെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അങ്ങനെ നിന്നിട്ട് പാവം തോന്നി. അപ്പോൾ ഞാൻ നോക്കി കേട്ടോ, അടിപൊളി ചുരിദാറുകൾ, നമുക്ക് സാധാ ഡെയിലി യൂസിങ്ങിന് പറ്റിയ ചുരിദാറുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2-3 കൂട്ടം ഞാൻ അങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു വേറൊരു വീഡിയോസിൽ ഞാൻ ഇനി ദീപാവലി പർച്ചേസിങ് വേറെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. എല്ലാ തവണ ഞങ്ങളും അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഇനിയൊരു വീഡിയോയിൽ കാണിക്കാൻ പറയണേ ആ ഡ്രസ്സ് എടുത്തത്. കാരണം ഒരു തവണ പോയാലൊന്നുമില്ല, കുറേ തവണ പോയാലും നമുക്ക് മൊത്തത്തിൽ സെറ്റായി അങ്ങോട്ട് സംഭവങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ കാണിക്കാം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ആ ഒരു കട തിരഞ്ഞ് നിൽക്കാൻ സോപ്പിട്ട് മയക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി ആ ഒരു കടയിൽ എത്തിയിട്ടോ. ഈ ഒരു കടയാണ്, അത് ഹിന്ദിക്കാരെ കടയാണ് കേട്ടോ. എല്ലാറ്റിനും അധികം റേറ്റ് കുറവുണ്ട് കേട്ടോ. ദീപാവലി ആയിട്ട് കുറവുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അതൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തെടുത്ത് നേരെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലോട്ട് പോയി കേട്ടോ. അവിടെ കളാൻ പാനിപൂരി, ഫ്രൈഡ് റൈസൊക്കെ വെക്കുന്നൊരു കട, ബിരിയാണി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇക്കാൻ്റെ ഫ്രണ്ടല്ല, ഇക്കറിയുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ അറിയാം. അങ്ങനെ ആ കടയിലിരുന്ന് അതൊക്കെ കഴിച്ച് കാലിയായപ്പോഴേക്കും ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ മഴയത്ത് അങ്ങനെ പെട്ടുപോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.